വിശേഷം. ഈ സിനിമേനെ കുറിച്ചിട്ട് പറയുമ്പോൾ, ഞാൻ ഒരു 2 3 മാസങ്ങൾക്ക് മുന്നേ ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ജനനം 1949 പ്രണയം തുടരുന്നു എന്ന് പറയുന്നൊരു സിനിമ. ഒരുപാട് ആൾക്കാർ ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയാണ്. എനിക്ക് ഒട്ടും വർക്കാവാഞ്ഞൊരു പടമാണ്. ഐ മീൻ വർക്കാവാതിരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആ സിനിമേനെ ആ സിനിമ കാണണമെന്ന് അതിൻ്റെ ക്രൂ കരുതുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. അതായത് ഞാൻ ഇരുന്ന സ്ഥലത്ത് കുറേയധികം വൃദ്ധമന്ദിരങ്ങളിൽ നിന്ന് വരുന്ന അമ്മമാരും അച്ഛന്മാരൊക്കെ ഇരുന്ന് തിയേറ്ററിൽ അവർ സിനിമ കാണുന്നുണ്ടായിരുന്നു. അതായത് അവർക്ക് കാണേണ്ട സിനിമയല്ല അത്. അതായത് ഇപ്പൊ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അന്ന് ആ സിനിമയുടെ റിവ്യൂ പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഈ ക്യാൻസർ വന്ന് മരണം കാത്ത് നിൽക്കുന്ന ഒരു അമ്മേനെ കൊണ്ടുപോയിട്ട് ആകാശദൂത് സിനിമ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു ഇമ്പാക്റ്റാണ് ആ സിനിമ കാണാൻ വന്ന ആ അഗതി മന്ദിരത്തിൽ നിന്ന് വന്ന അച്ഛന്മാർക്കും അല്ലെങ്കിൽ അമ്മമാർക്കും അനുഭവിച്ചിട്ടുണ്ട്. അവർക്കുള്ളിൽ വന്ന പെയിൻ അത്രത്തോളം ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, അത് റോങ് ഓഡിയൻസ് ആണ്. ഒരിക്കലും അത് അവരെ കാണിക്കേണ്ട സിനിമയല്ല അത്. ഈ സിനിമയിലേക്ക് വരുമ്പോഴും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഇതിന്റെ ക്രൂവിന്റെ ഭാഗത്തുനിന്ന് ഇതിന്റെ പ്രൊമോഷൻ കുറച്ച് ക്ലിപ്പിങ്സ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു പുരോഗമന സിനിമ മുന്നോട്ട് വെക്കുന്നു എന്നുള്ള രീതിയിലാണ് ഏഹ്, അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നത്. ഒരിക്കലും ഇതൊരു പുരോഗമന സിനിമയല്ല. ഇതൊരു സ്യൂഡോ പുരോഗമന സിനിമയായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം ഇതൊരു പുരോഗമന സിനിമയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, വെറുതെ അല്ല ഭാര്യ അടക്കമുള്ള സിനിമകൾ ഒരു പുരോഗമന സിനിമയാണെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. അതൊരു സ്ത്രീ ശാക്തീകരണം വിളിച്ചോതിയ സിനിമയാണെന്ന് നിങ്ങൾ പറയേണ്ടി വരും. കാരണം ഒരു കാലത്ത് അത് സ്ത്രീകൾക്ക് വേണ്ടി ഇറക്കിയ ഒരു സിനിമയായിട്ട് ഞാനൊക്കെ കരുതിയിരുന്ന ഒരു സിനിമയാണ് ഈ പറഞ്ഞ വെറുതെ അല്ല ഭാര്യ എന്ന് പറഞ്ഞ ജയറാം ചിത്രം. ഇന്ന് നമുക്കതിനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ അറിയാം, അതേ ഒരു നാണയത്തിന്റെ വേറൊരു വശമാണ് ഈ വിശേഷം എന്ന് പറഞ്ഞ സിനിമയും. അതായത് കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവസാനം കൊണ്ടേ കലവടക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഇതിൽ ചെയ്തു വെച്ചത്. സാറാസ് സിനിമ ഉണ്ടല്ലോ, സാറാസ് സിനിമ പറയുന്ന ഒരു മുന്നോട്ട് വെക്കുന്നൊരു രാഷ്ട്രീയമുണ്ട്. അവസാനം കൊണ്ടേ സാറേനെ കൊണ്ടേ പ്രസവിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുവരെ പറഞ്ഞ സംഭവങ്ങൾ ഇല്ല, കഴിഞ്ഞോടെ. അതാണ് ഈ സിനിമയിൽ സംഭവിച്ചേക്കുന്നത്. ഇവര് ഭയങ്കര ഇതിൽ പിന്നെ അങ്ങനെ പറയുന്നില്ല കേട്ടോ. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾ ഈ പുരോഗമനം എന്ന് പറഞ്ഞ ഫാക്ടർ മാറ്റി നിർത്തുവാണെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് മാത്രം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കത് കണ്ടിരിക്കാം. ഇത് അങ്ങനെ കുറേ സംഭവങ്ങൾ, ഈ കുട്ടികൾ ഉണ്ടാവാത്ത ആളുകളുടെ ജീവിതത്തിൽ നടക്കുന്ന കുറേ സംഭവങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം പറഞ്ഞ് അവസാനം കുട്ടികൾ ഉണ്ടാകുന്നതോടുകൂടി അത് സന്തോഷം പൂത്തുലയുന്നു എന്നൊക്കെ പറയുന്നത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കുട്ടികൾ ഉണ്ടാകുക എന്ന് പറയുന്നതല്ല ഒരു ഒരു കുടുംബത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. മേ ബി നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഓക്കെ, നിങ്ങളോട് സിനിമ ഇറക്കണ്ട എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇനിയും ഇതുപോലത്തെ സിനിമ ഇറക്കിക്കോളൂ, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളാരും ഇതിൻ്റെ അഭിനയിച്ചവർക്കും ഇതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തവർക്കും ഇതിൻ്റെ മൊത്തം ക്രൂവിനെതിരെയുള്ള ഒരു കടന്നാക്രമണം ഒന്നും ആയിട്ട് നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല. ഇത് ജെന്യുവൻ ആയിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്, ഒരു റിവ്യൂ ഒന്നുമല്ല. ഞാൻ റിവ്യൂ എന്നുള്ള ടാഗൊന്നും അല്ല കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇത്രേ ഉള്ളൂ. ഈ പണ്ട് കാലത്ത് ഈ നമ്മുടെ നായകന്മാർ ചിലപ്പോൾ 2 കെട്ടിയിട്ടുണ്ടാവും, 3 കെട്ടിയിട്ടുണ്ടാവും. നായികമാരുടെ കല്യാണം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭർത്താവ് കല്യാണ താലി കെട്ടിയ ഉടനെ തട്ടിപ്പോയ ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റിന് 5,000 രൂപ തട്ടിപ്പോയ ഭർത്താവായിരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. അതായത് നായികമാരെപ്പോഴും കന്യകമാരായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കണം എന്നുള്ളൊരു സങ്കല്പമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം. പേടിയല്ല, അതൊരു ജെന്യുവൻ ആയിട്ടുള്ള കാര്യമാണ് അന്നത്തെ കാലത്ത്. ഈ കാലത്തിലേക്ക് ഇതിലെ നായികനെ കൊണ്ട് പ്രസവിപ്പിച്ചത് ഇത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ സംവിധായകൻ തന്നെ തോന്നലുണ്ടായി കാണും അതാണ് പൂർണ്ണത എന്ന്. അതായത് ഒരു കുട്ടി ഉണ്ടാകുക എന്നുള്ളതാണ് കുടുംബത്തിന്റെ പൂർണ്ണത എന്ന്. ഒരിക്കലുമല്ല. ഇതിൽ തന്നെ നിങ്ങൾ പല കഥാപാത്രങ്ങളെ കൊണ്ടിട്ട് പറയുന്നുണ്ട്, കുട്ടികൾ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചേക്കുകയാണ് എന്നൊക്കെ നമ്മുടെ
കുമ്പളങ്ങി നൈറ്റ്സിലെ മച്ചാൻ വന്ന് പറയുന്നുണ്ട്. എന്തിന്? എന്നിട്ട് നിങ്ങൾ എന്താണ് ഈ സിനിമയുടെ ക്ലൈമാക്സിൽ കൊണ്ടേ കാണിച്ചത്? എനിക്കതാണ് മനസ്സിലാവാത്തെ. ഇത്രയും ഒരു ബ്ലണ്ടർ ആയിട്ടുള്ള സിനിമ, അതായത് നിങ്ങൾ എന്തൊക്കെയോ സംഭവങ്ങൾ പറയാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം കൊണ്ടേ കുട്ടിച്ചോറാക്കി നശിപ്പിച്ച ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. അതങ്ങനെ തന്നെ പോവുകയാണെന്നുണ്ട്. അതായത് എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട്, ഇനി അവർക്ക് കുട്ടികൾ ഉണ്ടായില്ലായിരുന്നെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും? അങ്ങനെ ഒരു ചിന്ത ഇല്ല. അതായത് ശുഭപര്യവസാനം എന്ന് പറയുന്നത് കുട്ടികളാണ്. കുട്ടികൾ ഡിവൈനാണ്, ദൈവീകമാണ്, അത്ഭുതമാണ്. എന്ത് തേങ്ങയാണ് എനിക്കറിയാൻ പാടില്ല. ഇത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇതായിരിക്കും. എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു താല്പര്യമില്ല. കുട്ടികൾ എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, അത് പേഴ്സണലായിട്ട് പറയാം. ഒരു സിനിമയിലൂടെയും നിങ്ങൾക്ക് കാണിക്കാം. നമ്മുടെ കാണാ കൺമണി പോലെയുള്ള എന്താണ്, അങ്ങനെയല്ല ആ സിനിമയുടെ പേര്, ജറാമിൻ തന്നെ ഒരു സിനിമയാണ്, മറ്റേ അബോർഷൻ പാപമാണ്, അബോർഷൻ ചെയ്ത പ്രേതം, ഈ വക സാധനങ്ങളൊക്കെ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ ഇറക്കാം. അതൊന്നും ഇറക്കരുത്, നിങ്ങൾക്ക് ഇറക്കാൻ പാടില്ല എന്നൊന്നും അല്ലട്ടോ പറയണേ. ഇതൊക്കെ നിങ്ങൾക്ക് ഇറക്കാം. ഇതിനെക്കുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. അപ്പോൾ അത്രയാണ് ഈ സിനിമയെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ പെർഫോമൻസ് സൈഡിലേക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നായകൻ തന്നെയാണ് ഇതിൻ്റെ തിരക്കഥയും സംഭാഷണവും മ്യൂസിക്കും ചെയ്തിരിക്കുന്നത്. മ്യൂസിക് എനിക്കത്ര ഒട്ടും ഫീൽ ചെയ്തില്ല, ഒട്ടും നന്നായിട്ട് ഫീൽ ചെയ്തില്ല. മേ ബി ചിലപ്പോൾ എനിക്ക് പല മ്യൂസിക്കുകളും, നല്ല മ്യൂസിക്കുകളും എനിക്ക് ഇഷ്ടപ്പെടാത്ത വന്നിട്ടുണ്ട്, പിന്നീട് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക്കിൻ്റെ കാര്യം വിടാം. ബാക്കി സംഭവങ്ങൾ പെർഫോമൻസ് സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് സൈഡ് തരക്കേടില്ലാതെ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ നായികയാണെന്നുണ്ടെങ്കിലും കുറേയധികം ഇമോഷണൽ സീൻസിൽ കയ്യിൽ നിന്ന് പോയിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ആ ഒരു പേപ്പറൊക്കെ കത്തിക്കുന്ന ഒരു സീനുണ്ട്, കുറച്ച് ഡോക്യുമെൻറ്റ്സ് കത്തിക്കുന്ന സീനുണ്ട്. ആ കത്തിക്കുന്ന സീനിലുള്ള പെർഫോമൻസ് ഓവർ ആക്ടിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മീൻസ് ഭയങ്കര ഒരു ലൗഡായിട്ടുള്ള, നമ്മൾ ഈ തെരുവ് നാടകങ്ങളിലൊക്കെ കാണിക്കുന്ന രീതിയിലുള്ളൊരു ലൗഡ് ആക്ടിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് അതെൻ്റെ പേഴ്സണൽ അഭിപ്രായമായിരിക്കും. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ നായകൻ്റെയും നായികയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത് ഒരു ബിലോ ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിലോ ആവറേജ് മൂവി ആയിട്ട്. അതിനപ്പുറത്തേക്ക് ഇത് നിങ്ങൾ പോയി കാണണമെന്നോ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാനോ ഒന്നും ഞാൻ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം. ഇതിലെ നായകനെ ഞാൻ ഇതിനു മുന്നേ കണ്ടിരിക്കുന്നത് നമ്മുടെ നായകനാണെന്ന് തോന്നണം കേട്ടോ, നമ്മുടെ അനൂപ് സത്യൻ്റെ ഒരു പടം ഉണ്ടല്ലോ, വരനെ ആവശ്യമുണ്ട് സിനിമയിൽ ജോണി ആൻ്റണിയോട് വന്ന് ഒരു കഥ പറയുന്ന ഒരാളുണ്ട്. ആദ്യം സുരേഷ് ഗോപി കൺസൾട്ട് ചെയ്യാൻ വന്നതിന് മുന്നേ ആയിട്ട് ജോണി ആൻ്റണിയോട് ഒരു കഥ പറയുന്ന ഒരു ആൾ. ആ പുള്ളിയാണ് ഇതെന്നാണ് എനിക്ക് തോന്നണത്. ആ ഒരു ഫേസൊക്കെ കണ്ടിട്ട് എനിക്ക് പുള്ളിയായിട്ടാണ് തോന്നിയത്. എനിവേ അദ്ദേഹമാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ പെർഫോമൻസ് സൈഡ് കുഴപ്പമില്ല എന്നേ പറയാനുള്ളൂ. വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ പടം എനിക്ക് ഒരു തോൽവിയായിട്ടാണ് ഫീൽ ചെയ്തത്. ആവറേജിലും താഴെയുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. അതിനപ്പുറത്തേക്ക് എനിക്ക് സിനിമയെ കുറിച്ചിട്ട് ഈ സിനിമേനെ എനിക്ക് ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാനുമില്ല, ആരെയും ഞാൻ നിർബന്ധിക്കാനും വരുന്നില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്.